അയ്യോ വണക്കം. തമിഴ്നാട്ടിൽ നമ്മുടെ ദളപതി വിജയ് അധികാരത്തിൽ വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഡിഫൻസ് അനലിസ്റ്റായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയമൊക്കെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വിജയ് സർക്കാർ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിജയെ നമുക്ക് തീർത്തും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഭരണത്തിലേറിയ ശേഷം അദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമായി മാറും എന്ന് പല ആൾക്കാരും വിചാരിച്ചെങ്കിലും വിജയ് അങ്ങനെ സമ്പൂർണ്ണ പരാജയമായി മാറിയില്ല എന്നുള്ളത് മാത്രമല്ല, വിജയ് പല കാര്യങ്ങളും പഠിച്ചെടുത്ത് തുടങ്ങിയിരിക്കുന്നു. വിജയ് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് പലതിനും കയ്യടി നേടുന്നുണ്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വിജയ് അധികാരത്തിലേറുമ്പോൾ ടു ബി ഫ്രാങ്ക് ഞാൻ വിചാരിച്ചിരുന്നത് ഈ കുരുവി സിനിമ പോലെയാവും തമിഴ് സിനിമ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം വിജയ്ക്ക് ഈ അനുഭവ പാടവം ഇല്ല. പോരാത്തതിന് വിജയ്ക്ക് ഭരണത്തെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല. അതും പോരാഞ്ഞിട്ട് വിജയ് എന്ന് പറയുന്ന നടൻ അധികാരത്തിലേറുമ്പോൾ ഈ വിജയുടെ കൂടെ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾക്കാർക്കും അനുഭവ പാഠമില്ല. കാരണം വിജയ് ഫാൻസ് അസോസിയേഷനിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, യൂട്യൂബർമാരുണ്ട്, വളരെയധികം, അതായത് ബ്യൂറോക്രാറ്റുകൾ ഇതിനകത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വിജയ് അധികാരത്തിലേറി ഇത്ര നാൾ കഴിഞ്ഞ ശേഷം വിജയുടെ ഓരോ ചെയ്തികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുഭവ പരിചയമുള്ള ഒരു ഭരണാധികാരി കാര്യങ്ങൾ നിർവഹിക്കുന്നത് പോലെയാണ് വിജയ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പേ മറ്റൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ DMW തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ മുൻപുള്ള സർക്കാർ ചെയ്ത അഴിമതികളെല്ലാം വിജയ് വലിച്ച് പുറത്തിട്ട് അവിടെയുള്ള പല MLA മാരെയും, അതായത് DMKയിലുള്ള മുൻപ് മന്ത്രിമാരായിട്ടുള്ള പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്യാൻ വിജയ് സർക്കാർ ഒരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ പടിയായി വിജയ് അവിടെ ആക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ DMKയുടെ MLA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് DMK MLA ആയിട്ടുള്ള അനിത രാധാകൃഷ്ണനെയാണ് വിജയ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിജയ് സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റ വാക്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഇതൊരു ഫാസിസ്റ്റ് നടപടിയാണ് എന്നൊക്കെ തോന്നും. കാരണം വിജയെ വിമർശിച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിമർശിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ അവിടെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയിൽ നിന്ന് നോക്കുമ്പോൾ, കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഇതൊരു ഫാസിസ്റ്റ് നടപടിയായിട്ട് നമുക്ക് തോന്നും. മുൻ DMK മന്ത്രിയും MLA-മായിട്ടുള്ള അനിത R രാധാകൃഷ്ണനെ വെള്ളിയാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഈ നടപടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരെ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇയാൾക്ക് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത്. തൂത്തുക്കുടിയിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയുള്ള അത്തൂരിലേക്കുള്ള യാത്രക്കിടെയാണ് രാധാകൃഷ്ണനെ ഓടിച്ചിട്ട് പിടിച്ചത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പോലീസ് അവരെ അവരുടെ കാറിൽ നിന്ന് ആ സ്ഥലത്ത് നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്ന് അറിയാൻ സാധിക്കുന്നു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് അനുയായികൾ റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോരാത്തതിന് മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ റോഡ് ഉപരോധത്തിന് ചേർന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വാർത്തയുടെ. അങ്ങനെ വലിയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കം കാട്ടിയത്? അതായത് രാധാകൃഷ്ണൻ തൻ്റെ മണ്ഡലത്തിലേക്ക് പോയപ്പോൾ എന്തിനാണ് പോലീസ് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുക, അതായത് അവിടെ എത്തുന്നതിന് മുമ്പേ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര തിടുക്കം കാണിച്ചതെന്നാണ് DMK ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഭരണകക്ഷിയായ TVK MLA-മാരിൽ ഒരാൾക്കെതിരായ കൂട്ടബലാത്സംഗ ആരോപണത്തിൽ ഇതുവരെ എന്തുകൊണ്ടൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് സ്റ്റാലിൻ ചോദിക്കുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഭരണകക്ഷിയായിട്ടുള്ള TVKയിലെ MLA-മാർക്കിടയിൽ പല ആൾക്കാർക്കെതിരെയും വലിയ ആരോപണങ്ങളുണ്ട്, കുറ്റങ്ങൾ ചാർത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു MLA കൂട്ടബലാത്സംഗ കേസിൽ ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്കെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മാത്രം എന്തിനാണ് ഇത്രയും വേഗത എന്ന് സ്റ്റാലിൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റാലിൻ്റെ ആസനം വലിച്ചു കീറും വിജയ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാനനഷ്ട കേസുകളിൽ അറസ്റ്റ് ആരംഭിച്ചാൽ മന്ത്രിമാരുടെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേരെ ജയിലിലടക്കേണ്ടി വരും എന്നും ഇയാൾ ആരോപിച്ചിട്ടുണ്ട്. ഈ മാനനഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിൽ ഈ മന്ത്രിമാരൊക്കെ പറയുന്ന പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സനാതനത്തിനെ ഉന്മൂലനം ചെയ്യണം. ഒരു വേശ്യയുടെ മുമ്പിൽ ഒരാൾ എത്തിയപ്പോൾ നീ ശൈവനാണോ വൈഷ്ണവനാണോ എന്ന് ചോദിച്ചു. ശൈവനാണോ വൈഷ്ണവനാണോ എന്തിനാണ് ചോദിക്കുന്നത്? അത് ശൈവർ കുറിയിടുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ
കിടന്നിട്ട്, വൈഷ്ണവർ ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നിന്നിട്ട് എന്നൊക്കെയുള്ള ഈ വെറും വൃത്തികെട്ട, ആരും പറയാൻ അറയ്ക്കുന്ന വൃത്തികെട്ട കോമഡികളൊക്കെയാണ് യൗമാർ അവിടെ കിടന്ന് പറയുന്നത്. എന്നിട്ട് യൗമാർ എന്നെ പൊട്ടിച്ചിരിക്കും. ഇതൊക്കെയാണ് യൗമാരുടെ അവിടുത്തെ അധിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ചകത്തിടുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ജൂൺ 20 മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ ഇയാൾ ആക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 352 ക്രമസമാധാനം തകർക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ആ ഒരു സംസാരം, അത് 353(2) പൊതുജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ നടത്തൽ എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും വിജയ് അവിടെ കൊണ്ടുവന്ന പല തീരുമാനങ്ങളും സ്റ്റാലിൻ്റെ ഉറക്കം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിജയ് ഒരു 15 കൊല്ലം തമിഴ്നാട് ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വിജയ് അവിടെ വന്ന് ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, ജനങ്ങളുടെ കയ്യടി നേടുന്ന പല കാര്യങ്ങളുമാണ് വിജയ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് വിജയുടെ വെർച്വൽ വാരിയേഴ്സ് ഇതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ യവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. യവന്മാർ അണ്ണൻ രാവിലെ എഴുന്നേറ്റിട്ട് പാദയാത്രയാണെന്ന് പറഞ്ഞാൽ പാദയാത്രയാണെന്ന് പറയുന്നവന്മാരാണ് യവന്മാർ. അങ്ങനെയല്ലല്ലോ, ഇത് രാവിലെയല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ തന്തയ്ക്കും തള്ളകി യവന്മാരെ വിളിക്കും. അതുകൊണ്ട് അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിജയ് എന്ന് പറയുന്ന നടൻ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വേറൊരു ഭാഗത്തുണ്ട്. അതവിടെ നിന്നോട്ടെ, വിജയ് ഇപ്പം മുഖ്യമന്ത്രിയാണ്, നടനല്ല. എന്തായാലും വിജയ് ആദ്യം വന്ന ഉടനെ തന്നെ വിജയ് ചെയ്തത് ടാസ്മാക്കുകൾ നിരോധിക്കുക എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള പ്രവൃത്തിയാണ് വിജയ് ചെയ്തത്. ലിക്വർ റീഫോംസ് ആണ് വിജയ് ആദ്യം കൊണ്ടുവന്നത്. തമിഴ്നാട്ടിലെ ടാസ്മാക്കുകളെല്ലാം നിരോധിക്കുക എന്നുള്ളത് വിപ്ലവകരമായിട്ടുള്ളൊരു നടപടിയാണ്, അത് വിജയ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ബാറുകൾ പൂട്ടാൻ വിജയ് ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു നടപടിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിയമങ്ങളും കാര്യങ്ങളുമെല്ലാം വിജയ് തമിഴ്നാട്ടിൽ അതുപോലെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ കമ്പനിയുമായിട്ട് കൈകോർത്ത് തമിഴ്നാട്ടിൽ റഡാർ ഉണ്ടാക്കാനുള്ള കമ്പനി കൊണ്ടുവരുന്നു എന്നുള്ളത് വിജയുടെ മറ്റൊരു റിഫോമുകളിൽ ഒന്നാണ്. അത് വലിയ രീതിയിൽ കയ്യടി കിട്ടുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ വിജയ്ക്ക് വലിയ രീതിയിൽ കയ്യടി കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ വിജയ് എന്തുകൊണ്ടാണ് കാണാൻ പോകാത്തത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. ഇതും മോദിക്ക് അപ്പർ ഹാൻഡ് കിട്ടുകയും വിജയ് മോദിയുടെ ഒരു ഏജൻ്റാണോ എന്ന് വരെ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളിലേക്ക് സംഭവം പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകത്തിൽ തെറ്റൊന്നുമില്ല. കോൺഗ്രസ് വിജയുടെ കൂടെ ചേർന്ന് നിന്ന് ഭരിക്കുകയാണ്, അതുകൊണ്ട് അവന്മാർ ഇളിച്ചുകൊണ്ട് നിന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി വിജയ് അവിടെ ഇപ്പോൾ ബാറുകളും പൂട്ടാൻ പോകുന്നത്. ഇത് തമിഴ്നാട്ടിൽ ഈ ബാറുകളും ഈ ടാസ്മാക്കുകളും വലിയ വിഷയം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ തമിഴ്നാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ തമിഴ്നാട്ടിലെ ഈ തേനിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ തെരുവിലൊക്കെ ഇരുന്ന് മദ്യപിച്ച് കഴിഞ്ഞാൽ പോലീസ് അപ്പോൾ വന്ന് അള്ളിക്കൊണ്ടുപോകും. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ഈ രാത്രി ഞാൻ 9-10 മണിക്കൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഇട്ടിരിക്കുന്ന പോസ്റ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിരിക്കുന്ന, അതിൻ്റെ ചോട്ടിലാണ് തമ്പി വാടാ പോടാ ഒഴിയടാ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ വന്നിരുന്ന് അച്ചാറും പൊട്ടിച്ച് മദ്യപാനം തുടങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ യവന്മാരുടെ ഗതി എന്തായിരിക്കും എന്ന് ഞാൻ ഓരോ നാട്ടിലും ഓരോ കൾച്ചർ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിൽ. പോരാത്തതിന് തമിഴ്നാട്ടിൽ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ കയറി സഞ്ചരിക്കുമ്പോൾ, ഓട്ടോയിലൊക്കെ കയറി സഞ്ചരിക്കുമ്പോൾ ഓട്ടോക്കാരൻ വണ്ടി നിർത്തിയിട്ട് അണ്ണാ ഇപ്പോൾ വരാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. നമ്മൾ നോക്കുമ്പം അവൻ ഒരു ഊട് വഴിയിലൂടെ കയറി പോകുന്നതാണ്. അങ്ങനെ ഊട് വഴിയിലൂടെ കയറിപ്പോയി പിന്നെ അവൻ മറ്റേ 2 കുപ്പി ഉണ്ടല്ലോ, ചെറിയൊരു പൈൻ്റൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചുരുക്കി വെച്ചുകൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ. ഇതൊക്കെ നിത്യ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഒരു മദ്യനിരോധനം വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഒരുപാട് മെച്ചപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ ജീവിതവും ഒരുപാട് മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത് വിജയ് അവിടെ കൊണ്ടുവന്നതാണ് വുമൺ സേഫ്റ്റി. ഈ വുമൺ സേഫ്റ്റി എന്ന് പറയുന്നത് അതായത് സ്ത്രീകളുടെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വിജയ് അവിടെ രൂപീകരിച്ചു, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇതിനെ സ്റ്റാലിൻ സർക്കാരും സ്റ്റാലിൻ്റെ മോനായിട്ടുള്ള മറ്റേ കിഴങ്ങുണ്ടല്ലോ മൊണ്ണ, ആ ഉദയനിധി സ്റ്റാലിൻ, അവൻ അതിനെ കളിയാക്കിയത് ഈ പഴയ വണ്ടികളിൽ പുതിയ സ്റ്റിക്കർ ഒട്ടിച്ച് വിജയ് ഈ കാര്യം ഇറക്കുന്നു എന്ന് പറഞ്ഞാണ് അവൻ കളിയാക്കിയത്. സത്യം പറഞ്ഞാൽ ഇത് ഇവൻ കൊണ്ടുവന്നെങ്കിൽ ഇവൻ ഒരു 500 കോടി രൂപ അതിന് അലോട്ട് ചെയ്യും. അതിൽ 400 കോടി ഇവൻ അടിച്ചു മാറ്റും, ബാക്കി 100 കോടി കടവിട്ടവൻ വണ്ടി വാങ്ങിക്കും. അതായത് പുതിയ വണ്ടി വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്നേന്ന് തുടങ്ങും. പക്ഷേ വിജയ് അങ്ങനെയല്ല ചെയ്തത്. വിജയ് പഴയ വണ്ടികളെല്ലാം തന്നെ പുതുക്കി അതിലൂടെയാണ് വിജയ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി വിജയ് അവിടെ ടെമ്പിൾ ഫണ്ട്സ് കൊണ്ടുവന്നു. ഇത് ഹിന്ദുക്കൾക്കിടയിൽ വലിയ രീതിയിൽ കയ്യടി നേരിടുന്ന ഒരു സംഭവമാണ്. 43 പദ്ധതികൾ വിജയ് റദ്ദാക്കുകയും ചെയ്തു. അതായത് ക്ഷേത്രങ്ങളുടെ ഫണ്ട് ക്ഷേത്രങ്ങൾക്ക് മാത്രം, അതിൽ നിന്ന് വേറൊരു കോപ്പും നടത്തണ്ട. ക്ഷേത്രത്തിൻ്റെ നവീകരണം, ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കുള്ള പരിപാലനം, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ, ക്ഷേത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം അതുകൊണ്ട് ചെയ്താൽ മതി. വേറെ ഒന്നിനു വേണ്ടി ആ ഫണ്ട് എടുക്കണ്ട. തമിഴ്നാട്ടിലെ ആൾക്കാരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. പക്ഷേ സ്റ്റാലിൻ സർക്കാർ അതെടുത്ത് പുട്ടടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. വിജയ് അത് റദ്ദാക്കി എന്നുള്ളത് വിജയ്ക്ക് വലിയ കയ്യടി കിട്ടിയ ഒരു സംഭവമാണ്. പിന്നെ ആൻറ്റി കറപ്ഷൻ ഡ്രൈവുകൾ വിജയ് നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിജയ് അവിടെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതി നിർത്താനായിട്ട് വിജയ്, കാരണം ഈ ഒരു കെട്ടിടത്തിന്, അതായത് ഒരു ബിൽഡിങ്ങിന് ആ ഒരു സാങ്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള കൈക്കൂലി കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തി. പോരാത്തതിന് ഇപ്പോൾ MLA മാർ തെരുവിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. തെരുവിലിറങ്ങി
നടന്ന് അപ്പപ്പോൾ കാണുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട്, അപ്പപ്പോൾ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ കാണുന്ന മറ്റൊരു കാര്യം. ഇതാണ് ഇത്ര നാളായിട്ട് വിജയ് കൊണ്ടുവന്നിരിക്കുന്ന പല റിഫോം എന്ന് പറയും. ഇനി ഒരുപാട് ദൂരം വിജയ്ക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതിനുശേഷം എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായിരുന്നാലും വിജയ് തമിഴ്നാട്ടിൽ പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ആദ്യം എനിക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു വിജയ് മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി മാറുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വിജയ് പല ബ്യൂറോക്രാറ്റുകളെ നിയമിക്കുന്നു, വിജയ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. നല്ല ഭരണാധികാരികളെ നമ്മളെപ്പോഴും നല്ല ഭരണാധികാരികൾ എന്ന് തന്നെ പറയണം. നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് മോശമെന്ന് പറയുന്നത്. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. അത് ഇപ്പോൾ ഒരു ജാതിക്ക് വേണ്ടി അത് ചെയ്തു, ഒരു സമൂഹത്തിന് വേണ്ടി ഇത് ചെയ്തു, അങ്ങനെയല്ല. അത് അവിടെ അനിവാര്യതയാണോ എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത്. അതായത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർക്ക് ആവശ്യമാണോ അനാവശ്യമാണോ, അല്ലെങ്കിൽ അത് അവരെ പ്രീണിപ്പിക്കാനാണോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെയല്ല, ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും വിജയ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിജയ്ക്കെതിരെ ആരോപണം വന്നിരിക്കുന്നത് ഈ തിരുപ്പുറംകുன்றത്തിൽ വിളക്ക് തെളിയിക്കുക എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. വിജയ്ക്കെതിരെ ആരോപണം വന്നിരിക്കുന്നത്. അതവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് സമുദായത്തെ അവിടെ വിളിച്ചിരുത്തി സംസാരിക്കുക എന്നാണ് കോടതി അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗോവധ നിരോധനം, അത് വിജയ് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഗോവധ നിരോധനം തമിഴ്നാട്ടിൽ ഈ ബക്രീദ് സംബന്ധിച്ച് ഗോക്കളെ ഈ റോഡിലിട്ട് കശാപ്പ് ചെയ്യരുത് എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ കോടതി പറഞ്ഞു റോഡിലിട്ടല്ല, മൊത്തത്തിൽ അങ്ങ് നിരോധിച്ചേക്കണം എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഈ സുപ്രീം കോടതിയിലേക്ക് വിജയ് പോയിട്ടുണ്ട്. അത് ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അങ്ങനെ വിജയ് മുന്നിലേക്ക് പോകണം. അതിനിടയിൽ വിജയ് യുവന്മാരെ എടുത്ത് ഉടുക്കുന്നൊരു കാഴ്ച അതിഭീകരമായിരുന്നു. അതായത് തമിഴ്നാട് മന്ത്രിസഭയിൽ വിജയ് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ അപ്പുറത്ത് കിടന്ന് കൊണകൊണകൊണകൊണകൊണാന്ന് എന്തൊക്കെയോ പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ വിജയ് എഴുന്നേറ്റ് നിന്ന് ആദ്യം പറഞ്ഞത് ഈവിൽസ് എന്ന് ഡെവിൾസ് പേസക്കൂടാതെ, അതായത് ഈവിൽ സർക്കാർ എന്ന് ഡെവിൾ സർക്കാർ പേസക്കൂടാതെ എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് വിജയ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പേസും, കുറച്ച് പേസിയപ്പോഴേ കൊളത്തൂർ ഇന്ത് ആട്ടം ആടിച്ച്. അതായത് കൊളത്തൂർ സ്റ്റാലിൻ്റെ, നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെ അച്ഛൻ നിന്ന, നമ്മുടെ സ്റ്റാലിൻ നിന്ന സ്ഥലമാണ്, പൊട്ടിപ്പാളീസായി. അപ്പം ഞാൻ കുറച്ച് സംസാരിച്ചപ്പോഴേ ഇത്രയധികം വലിയൊരു എഫക്റ്റ് കൊളത്തൂർ കണ്ടു. എനിക്ക് ചോദിക്കാനുള്ളത്, നിൻ്റെ അപ്പ ഇവിടെ ഉണ്ടോ എന്ന് നീ പറഞ്ഞിരുന്നു, കാണാനില്ല എന്നൊക്കെ വിജയ് വലിയ രീതിയിൽ കൗണ്ടർ അടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവസാനം ഒരു ആക്ഷൻ കൂടെയിട്ടാണ്, പുഷ്പയുടെ ഒരു ആക്ഷൻ കൂടെയിട്ടാണ്. അത് പുഷ്പയുടെ ആക്ഷനില്ല, യഥാർത്ഥത്തിൽ ആ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട്. അത് പല ആൾക്കാരും ഓർക്കുന്നുണ്ടായിരിക്കും. സ്റ്റാലിൻ ഒരു വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ കാണിക്കും, മുടിച്ചിട്ട് എന്ന് കാണിക്കും. ആ രീതിയിൽ ഒരു ആക്ഷൻ, അതേ ആക്ഷൻ സ്റ്റാലിൻ സർക്കാരിൻ്റെ DMK MLA മാർക്ക് തിരിച്ച് കൗണ്ടർ അടിച്ച് വെച്ച് കൊടുത്തിട്ടാണ് വിജയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള സംഭവം എന്ന് പറയുന്നത്. ഇനി തമിഴ്നാട്ടിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ചിലപ്പോൾ ഈ സ്ഥിതി പാടെ മാറാനുള്ള സാഹചര്യവും അവിടെ കാണാം. കാരണം ഭരണമാണ്, ഏത് നിമിഷം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ശരി.